ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എൻ്റർടൈൻമെൻറ്റ് വിത്ത് ആദി. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 8. Fovea centralis is a small bit in retina. Statement 1. It consists of densely packed rods. 2. It is a spot of color vision. 3. It consists of densely packed cones. 4. It is a spot of dim light vision. ഇവിടെ ഫോവിയ സെൻട്രാലിസിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഔട്ട് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്? Options A. Both 1 and 2 are wrong. B. Both 2 and 3 are wrong. C. Both 1 and 4 are wrong. D. Both 3 and 4 are wrong. സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് 1. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ്ലി പാക്ഡ് റോഡ്സ്. 2. ഇറ്റ് ഇസ് എ സ്പോട്ട് ഓഫ് കളർ വിഷൻ. 3. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ്ലി പാക്ഡ് കോൺസ്. 4. ഇറ്റ് ഇസ് എ സ്പോട്ട് ഓഫ് ഡിം ലൈറ്റ് വിഷൻ. സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടാൽ തന്നെ നമുക്കറിയാം 2 കറക്റ്റ് ആയിട്ടുള്ളതും 2 ഇൻകറക്റ്റ് ആണെന്നും മനസ്സിലായിട്ടുണ്ട്. സോ എന്താണ് ഈ ഫോവിയ സെൻട്രാലിസ്? സി, ഹ്യൂമൻ ഐയുടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ പാർട്സൊക്കെ എന്താണെന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല. നമുക്കിവിടെ ഫോവിയ എന്താണെന്ന് നോക്കാം. ഈ റെറ്റിനയുടെ ഭാഗത്തായിട്ട് ഫോവിയ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. കണ്ണിൻ്റെ സെൻറ്ററിലായിട്ട് റെറ്റിനയിൽ കാണപ്പെടുന്ന ഒരു ഡിപ്രഷനാണ് ഈ ഫോവിയ എന്ന് പറയുന്നത്. വിഷ്വൽ ആക്യുറ്റി ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഫോവിയ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കാം. സി, നമ്മൾ നേരത്തെ പറഞ്ഞു റെറ്റിനയിലുള്ള ഒരു ഡിപ്രഷനാണ് ഫോവിയ എന്ന് പറയുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന കണ്ടില്ലേ, ഒരു ഡിപ്രസ്ഡ് ഏരിയ, ആ ഭാഗത്തിനാണ് ഫോവിയ എന്ന് പറയുന്നത്. ഫോവിയയുടെ നേരെ താഴെ കാണുന്നതാണ് കോൺ സെൽസ്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കോൺസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് റെറ്റിന ആൻഡ് സൈഡിൽ ദ റോഡ്സ് ലൊക്കേറ്റഡ് ഇൻ പെരിഫറി ഓഫ് റെറ്റിന. സോ ഫോവിയയുടെ നേരെ താഴെ കാണുന്നത് കോൺ സെൽസ് ആണ്. കോൺ സെൽസ് എന്ന് പറഞ്ഞാൽ കളർ വിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫോവിയ ഇസ് റിലേറ്റഡ് ടു കോൺ സെൽസ് ആൻഡ് കളേർഡ് വിഷനാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫോവിയായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നാണ്. അതിൽ വന്നിരിക്കുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ്ലി പാക്ഡ് റോഡ്സ്, അത് റോങ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ സ്പോട്ട് ഓഫ് കളർ വിഷൻ, ഇറ്റ്സ് റൈറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ്ലി പാക്ഡ് കോൺസ്, ഇറ്റ്സ് ഓൾസോ റൈറ്റ്. ആൻഡ് ഇറ്റ് ഇസ് എ സ്പോട്ട് ഓഫ് ഡിം ലൈറ്റ് വിഷൻ. സോ 1 4 ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 4 are wrong. So going to next question. Question number 9. Chemical that act as energy buffer in muscle is creatine phosphate. Which statement about creatine phosphate is wrong? മസിൽസിലെ എനർജി ബഫറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. എ. ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ATP sparer. B. Creatine phosphate concentration in muscle is more than that of ATP. C. Creatine phosphate help ATP to ADP conversion. D. Creatine phosphate carries high energy phosphate bond. ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് നമ്മുടെ ബോൺ സെൽസിൽ എസ്പെഷ്യലി ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസിൽ ഒരു എനർജി ബഫറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ATPയെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതിൽ തന്നെ നമുക്കൊരു ഓപ്ഷനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. ATPയെ റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ATP ടു ADP കൺവേർഷൻ എന്നുള്ളതാണ്. അത് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ATP ടു ADP കൺവേർഷൻ അല്ല നടക്കുന്നത്. ADPയിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ATP ഉണ്ടാക്കുകയാണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഹൈ എനർജി കൺസ്യൂമിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന കേസിൽ നമ്മുടെ ബോൺസിന് ATPയുടെ ഒരു ഇൻസഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ATPനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ കൈനേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് അതിൻ്റെ ഹൈ എനർജി ഈൽഡിംഗ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADPക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ ATPയുടെ റീസിന്തസൈസിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് എനർജി സപ്ലൈ കൊടുക്കാൻ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ എനർജി ബഫർ എന്ന് വിളിക്കാൻ കാരണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ ഏതായിരുന്നു റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. ഓപ്ഷൻ സി ആണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഹെൽപ്പ് ATP ടു ADP കൺവേർഷൻ. അത് തെറ്റാണ്. ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ADPയിൽ നിന്ന് ATP ഉണ്ടാക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 10. Which milk component determines the volume of milk? Option A. Lactose. B. Casein. C. Fat. D. All the above. മിൽക്കിൻ്റെ വോളിയം ഡിറ്റർമൈൻ ചെയ്യുന്ന മിൽക്ക് കോമ്പണൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ലാക്ടോസ്, കസൈൻ, ഫാറ്റ്, ഓൾ ദ അബോവ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്കിലെ ഷുഗർ പാർട്ടാണ് നമുക്കറിയാം. കസൈൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീൻസ് ആണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ലാക്ടോസ് ആണ്. മിൽക്കിൻ്റെ വോളിയത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൽ കാണപ്പെടുന്ന ഷുഗർ പാർട്ടായിട്ടുള്ള ലാക്ടോസ് ആണ്. മിൽക്ക് വോളിയം ഡിറ്റർമൈൻ ചെയ്യാൻ ലാക്ടോസിനെ യൂസ് ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വെറ്റിനറി സർജൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. The following database is
or databases are considered as nucleic acid database. 1. National Center for Biotechnology Information, that is NCBI. 2. EMBL database. 3. DNA Data Bank of Japan. 4. SwissProt. Option A, only 1 and 2. B, only 2 and 3. C, only 1, 2 and 3. D, only 4. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂക്ലിക് ആസിഡ് ഡാറ്റാബേസിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്നാണ്. സോ എന്താണ് ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ടൈപ്പ് ഇൻഫർമേഷനെയും സ്റ്റോർ ചെയ്യാനും സെർച്ച് ചെയ്യാനും റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺവീനിയൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബയോളജിക്കൽ ഡാറ്റാസ്, അതായത് ഇപ്പം DNA, RNA, പ്രോട്ടീൻ സീക്വൻസസ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസസിനെയാണ് ബയോളജിക്കൽ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? 3D ഇമേജസ്, ഓർഗാനിസം സ്പെസിഫിക് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, ഇതെല്ലാം ബയോളജിക്കൽ ഫീൽഡിൽ നിന്നുള്ളതാണെങ്കിൽ അതിനാണ് നമ്മൾ ബയോളജിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഡാറ്റാസ് ആർ ഓഫ് 2 ടൈപ്സ്, പ്രൈമറി ഡാറ്റാബേസ് ആൻഡ് സെക്കൻഡറി ഡാറ്റാബേസ്. ഒരു എക്സ്പെരിമെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓതറിൻ്റെ ഒറിജിനൽ സബ്മിഷൻ ക്യാരി ചെയ്യുന്ന ഡാറ്റാബേസസ് ആണ് പ്രൈമറി ഡാറ്റാബേസ്. അതിൽ സ്റ്റോർ ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ് ഡീറ്റെയിൽസ് ആവാം, അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവാം, സ്ട്രക്ചറൽ ഇൻഫർമേഷനെ കുറിച്ചുള്ളതാകാം. അങ്ങനെ ഒറിജിനലി സബ്മിറ്റ് ചെയ്ത ആ ഒരു ഓതർ അല്ലെങ്കിൽ ആ ഒരു സബ്മിറ്റ് ചെയ്ത കണ്ടൻറ്റ് ഉള്ളതിനെയാണ് പ്രൈമറി ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ജെൻബാങ്ക്, സ്വിസ്പ്രോട്ട്, PDB, DDBJ, PIR, MIPs തുടങ്ങിയൊക്കെ. ഇത് പ്രോട്ടീൻ ഡീറ്റെയിൽസ് ഉള്ളതാകാം, ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ളതാകാം. അങ്ങനെ പ്രൈമറിലി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രൈമറി ഡാറ്റാബേസിൽ വരുന്നത്. പ്രൈമറി ഡാറ്റാബേസിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസിനെ അനലൈസ് ചെയ്ത് അഡീഷണൽ ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡറി ഡാറ്റാബേസ്. അതായത് സെക്കൻഡറി ഡാറ്റാബേസ് ഒരു എക്സ്പെരിമെൻ്റലിസ്റ്റോ ഒരു സബ്മിറ്ററോ സബ്മിറ്റ് ചെയ്ത കാര്യമല്ല. അങ്ങനെ ചെയ്തതിനാണ് നമ്മൾ പ്രൈമറി ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിനെ അനലൈസ് ചെയ്തിട്ട്, അതായത് പ്രൈമറി ഡാറ്റാബേസിനെ അനലൈസ് ചെയ്തിട്ട് കൂടുതലായിട്ട് അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നീട് ഉണ്ടാക്കുന്ന ഒന്നാണ് സെക്കൻഡറി ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് TREMBL, ProSite തുടങ്ങിയവ. ബയോളജിക്കൽ ഡാറ്റാബേസിൻ്റെ മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് എന്നതും അതുപോലെ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് എന്നതും. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസസ് ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഫ്രം ഓൾ അവൈലബിൾ സോഴ്സസ്. സോ ഈ ഒരു ഡാറ്റാബേസിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് EMBL, DDBJ, ജെൻബാങ്ക്, NCBI തുടങ്ങിയവ. പ്രോട്ടീൻ ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്ന ഡാറ്റാബേസസ് ആണ് പ്രോട്ടീൻ ഡാറ്റാബേസസ്. അതിന് എക്സാമ്പിളാണ് SwissProt, PIR, MIPs തുടങ്ങിയവ. പ്രോട്ടീൻ ഡാറ്റാബേസ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ എക്സാമ്പിൾസിലെല്ലാം ഒരു P ഉണ്ട്. സ്വിസ്പ്രോട്ടിൽ PIR, MIP ഇതിലെല്ലാം P ഉണ്ടായിരിക്കും. എന്നാൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ P ഉണ്ടായിരിക്കില്ല. അങ്ങനെ നമുക്ക് ഇതിനെ രണ്ടിനും തമ്മിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഓപ്ഷൻസ് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. NCBI, EMBL, DNA Data Bank of Japan, that is DDBJ, then SwissProt. ആ സ്വിസ്പ്രോട്ട് എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. സോ 4th ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കാം. ബാക്കി എല്ലാതും ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ്. ഓൺലി 1, 2 and 3 ആർ കറക്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.